അങ്ങനെ ചാലക്കുടി സുരഭി മൂവീസ് പൂട്ടി. എന്ത് നല്ല തിയേറ്റർ ആയിരുന്നു അല്ലേ? യോ, പൂട്ടി എന്ന് പറഞ്ഞത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചാലക്കുടി സുരഭി മൂവീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ സ്ക്രീൻ 1 താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ സുരഭി മൂവീസിൻ്റെ കുറച്ച് അപ്ഡേഷനൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. ഇപ്പോൾ നിലവിൽ സ്ക്രീനിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 54 ഫീറ്റ് വീതിയും അതുപോലെ തന്നെ 22 ഫീറ്റ് പൊക്കവുമാണ് നമ്മുടെ സ്ക്രീൻ 1 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓണർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു വലിയ സ്ക്രീനിൻ്റെ വലിപ്പം ഇനിയും കൂട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം വലിപ്പം കൂട്ടാൻ പറ്റും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 54 ഫീറ്റിൽ നിന്നും ഒരു 6 ഫീറ്റും കൂടെ കൂട്ടിയിട്ട് ഏകദേശം 60 ഫീറ്റോളം ഇതിൻ്റെ വീതി കൂട്ടാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുവാണെങ്കിൽ സ്ക്രീനിന് ചുറ്റുമായിട്ട് മാസ്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്കിംഗ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ അത് 60 ഫീറ്റിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 22 ഫീറ്റ് പൊക്കം എന്നുള്ളത് ഏകദേശം ഒരു 25 അടി 26 അടിയിലേക്ക് കൂട്ടാനായിട്ട് പറ്റും എന്നും പറയുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ മുൻപ് ആ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെയാണ് തിയേറ്ററിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചാലക്കുടി സുരഭി മൂവീസിൽ ഇപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് സുരഭി മൂവീസിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ. പ്രധാനമായിട്ട് സംഭവിക്കുന്ന വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മുടെ സ്ക്രീൻ സൈസ് അവർ കൂട്ടി. അപ്പോൾ ഏകദേശം 60 ഫീറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് കറക്റ്റ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ആ ഫിഗർ റൗണ്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഏകദേശം 60 ഫീറ്റോളം വലിപ്പം വരുന്ന ഒരു സ്ക്രീൻ ആണെന്നാണ് പറഞ്ഞത്. ഹാർക്കനസ് ക്ലാരസ് XE290 സ്ക്രീനാണ് ഇപ്പോൾ സുരഭി മൂവീസിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതിനകത്തായിരിക്കും നമ്മൾ ഭാവിയിൽ സിനിമ കാണാനായിട്ട് പോകുന്നത്. ഭാവി എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം 60 ഫീറ്റ് വീതി എന്ന് പറയുമ്പോഴത്തേക്ക് പൊക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25 അടി പൊക്കമായിരിക്കും വരുന്നത്. 60 അടി വീതി 25 അടി പൊക്കമാണ് പുതിയ സുരഭി മൂവി സ്ക്രീനിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇനി ഇത് കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടോ? യെസ്, അവർ സൗണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കുറച്ച് സ്പീക്കർ ചേഞ്ചുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിയേറ്ററിനകത്ത് സ്ക്രീൻ 1 സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 600 വാട്ട്സിൽ നിന്ന് ഇപ്പോൾ അവർ പറയുന്നത് 1000 വാട്ട്സിൽ ഉള്ള സ്പീക്കേഴ്സ് ആയിട്ട് അവർ ചേഞ്ച് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു 600 നിന്നും 1000ലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ SPL കൂടുതലായിരിക്കും. അതായത് സൗണ്ട് പ്രഷർ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ത് ഗുണം? ഈ SPL കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൗഡറായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല സൗണ്ടിന് ഡൈനാമിക് റേഞ്ചും വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു 600 നിന്നും 1000ലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കുറച്ചു കാലം മുന്നേ ആണ് നമ്മൾ അവിടെ പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു തിയേറ്ററിൽ കിട്ടിയത്. നല്ല വലിയ ഹോളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡബിൾ എ സ്പീക്കേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ നല്ല സൗണ്ട് ഇമ്പാക്റ്റ് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏത് സിനിമ തൊട്ടാണ് നമ്മുടെ സ്ക്രീൻ 1 ഓപ്പൺ ചെയ്തതെന്ന് ചോദിക്കുവാണെങ്കിൽ യെസ്, ഒരു ഗംഭീര സിനിമ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തളപതി വിജയുടെ ഗോട്ട് ആണ് സെപ്റ്റംബർ 5-ാം തീയതിയാണ് സിനിമ റിലീസ്. അപ്പം ആ ഒരു സിനിമയോട് കൂടിയിട്ടായിരിക്കും സ്ക്രീൻ 1 ഈ ഒരു റെനോവേഷൻ സ്ക്രീനിൽ നിങ്ങൾക്ക് സിനിമ കാണാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഗോട്ട് നിങ്ങൾക്ക് നല്ല ആടിച്ച് എന്താ പറയുക ഇഴിച്ച് മുഴക്കം ആ ഒരു മുഴക്കത്തിൽ സിനിമ കാണാൻ പറ്റും, ഗംഭീരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സൗണ്ട് ഫോർമാറ്റ് വരുന്നത് നമ്മുടെ ഡോൾബി 7.1 തന്നെയാണ്. അപ്പോൾ അതിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ പ്രൊജക്ഷൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെയും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ക്രിസ്റ്റിയുടെ 4230 എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ഒരു പ്രൊജക്ടർ നല്ല പ്രൊജക്ടറാണ് കേട്ടോ. ഏതാണ്ട് ഒരു 34,000 ലൂമൻസ് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു നല്ല അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പ്രൊജക്ടറാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്ററായിട്ട് തന്നെ നമുക്ക് സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 87 ഫീറ്റ് വരെ വൈഡ് ആയിട്ടുള്ള സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ടറാണ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു സൈസ് പറയുകയാണെങ്കിൽ 60 ഫീറ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഗംഭീരമായിട്ട് തന്നെ സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും മാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ടോ? യെസ്, സംഭവിക്കുന്നത് ഉടനെ ഇല്ല. ഓണത്തിന് ശേഷം അവർ സീറ്റ് ഫുള്ള് ചേഞ്ച് ചെയ്യും എന്നൊരു അപ്ഡേറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു വലിയ മാറ്റം സംഭവിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ DTS X ഒരു തരംഗമായിട്ട് മാറുവാണോ എന്നൊരു സംശയമില്ലാതില്ല. ഇപ്പോൾ ഒരുപാട് തിയേറ്ററുകളിൽ DTS X ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വലിയ നല്ല മാറ്റമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ചിട്ട് ഇപ്പോൾ ഉടനെ ഗോട്ടിലൊന്നും DTS X ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞത്.
എന്തായാലും പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തായാലും DTS6 തിയേറ്ററിൽ അപ്ഗ്രേഡ് ചെയ്യും എന്നൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ, ഉടനെ ഉണ്ടാകട്ടെ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. പിന്നെ പ്രൊജക്ടറും കൂടെ മാറ്റിയിട്ട് ഒരു 4K ലേസറും കൂടെ അങ്ങോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ലെവൽ. കാര്യം ഇത്രയും വലിയൊരു ഹോളാണല്ലോ, അപ്പം ഒരു ഗംഭീര ഫീഡ്ബാക്ക് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു സ്ലോപ്പ് കറക്ഷൻ, മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സ്ലോപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് വർക്കുണ്ട്. അപ്പം അതൊക്കെ ഇനി അതിൻ്റെ ഓണർ തീരുമാനിക്കട്ടല്ലേ. അതും കൂടെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, കേരളത്തിലെ നമ്പർ 1 തിയേറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ, അതായത് മികച്ച തിയേറ്ററുകളുടെ കൂട്ടത്തിൽ നമ്മുടെ സുരഭി മൂവീസും വരും എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളോട് പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഗംഭീര ലിസ്റ്റിലേക്ക് സുരഭി മൂവീസും ഇങ്ങനെ കയറി നിൽക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്ര നേരം വീഡിയോ കണ്ടല്ലേ. ഞാനേ നമ്മുടെ ചാലക്കുടി സുരഭി മൂവീസിൻ്റെ പണ്ട് ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളോടെ കാണിക്കാം. അതറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ, ആ സിനിമ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും.